ഇന്നത്തെ എപ്പിസോഡ് മൊത്തം സർപ്രൈസ് ആണ്. ഒരു സർപ്രൈസ് ഈ സീരിയലിന്റെ 10 എപ്പിസോഡ് കാണുന്ന ഏതൊരു പ്രേക്ഷകനും ഊഹിക്കാൻ പറ്റാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൃഷി കൺമണിയെ സ്വപ്നം കണ്ടുകൊണ്ട് വീടിന്റെ പുറത്ത് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണെന്നല്ല ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനോജ് വരികയാണ്. തുടർന്ന് മനോജ് കൃഷ്ണനോട് സോറി പറയുകയാണ്. ഞാൻ പണ്ട് ക്രിട്ട് സാറിനോട് അപമര്യാദയായിട്ട് പലതവണ പെരുമാറിയിട്ടുണ്ട്, അതൊന്നും സാർ മനസ്സിൽ വെക്കരുതെന്ന് പറയുകയാണ്. അറിയാമല്ലോ, ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. സാറ് നേരെ തിരിച്ച് വലിയൊരു പണക്കാരനുമാണ്. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട എൻ്റെ പെങ്ങൾ വലിയൊരു പണക്കാരനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക സംഘർഷമൊക്കെ സാറിന് ഊഹിച്ചാൽ മനസ്സിലാകുമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പണ്ട് നിങ്ങളുടെ ബന്ധത്തെ ഞങ്ങൾ എതിർത്തതെന്നൊക്കെ പറഞ്ഞ് കുറെ മാപ്പ് പറയുകയാണ്. തുടർന്ന് മനോജ് കൃഷ്ണന്റെ കൈ പിടിച്ച് സാർ എനിക്ക് വാക്ക് തരണം, എൻ്റെ പെങ്ങൾ കൺമണിയെ സാർ ഒരിക്കലും വേദനിപ്പിക്കില്ല, കരയിക്കില്ല എന്ന്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് ചിരിക്കുകയാണ്. ചേട്ടന് തന്നെ അറിയാമല്ലോ എനിക്ക് കൺമണിയെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ കൺമണിയെ വേദനിപ്പിക്കില്ല, കരയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോജിന് വാക്ക് കൊടുക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ മനോജിനോട് എന്നെ ക്രിട്ട് സാർ എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കരുത് ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അനിയനാണെന്ന് പറയുകയാണ്. എന്നെ അളിയ എന്ന് വിളിച്ചോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് കൃഷ്ണ അളിയ എന്ന് നീട്ടി വിളിക്കുകയാണ്. തുടർന്ന് രണ്ടുപേരകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുൺ വേഷം മാറി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തുടർന്ന് ബാക്കി ഗുണ്ടകളോട് വരുൺ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം. ഇതാണ് ക്ലോറോഫോം. ഈ ക്ലോറോഫോം മണപ്പിച്ച് കൺമണിയെ നമുക്ക് ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോകണം. ഒരു പൂച്ചകുഞ്ഞു പോലും അതറിയരുത്. ഈ പ്ലാൻ നമ്മൾ വിജയിപ്പിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് വരുൺ. അതിനുശേഷം വരുണും ഗുണ്ടകളും അവിടെ പട്ടിപ്പണിയെടുക്കുകയാണ്. അവിടെയുള്ള കസാരയെല്ലാം എടുക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ്. ശ്രീനി വരുന്നത് കാണുമ്പോൾ തന്നെ വരുണിന്റെ മനസ്സിൽ ഒരു ചങ്കിടിപ്പാണ്. തുടർന്ന് ശ്രീനി പിന്നെ വരുണോട് വേഗം 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 പണിയൊക്കെ ചെയ്താട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി അവിടുത്തെ പോവുകയാണ്. ശ്രീനിക്ക് പക്ഷെ വരുണെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. തുടർന്ന് കാണിക്കുന്ന മനോജാണ്. മനോജിനെ ഗുണ്ടകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഡ്രഗ് മാഫിയ ഗുണ്ടകളാണ് മനോജിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന. മര്യാദയ്ക്ക് നീ ഞങ്ങൾക്ക് മുമ്പിൽ സറണ്ടർ ആയിക്കോ, അതല്ലെങ്കിൽ ഞങ്ങളായിട്ടാണ് നിന്നെ കണ്ടെത്തുന്നതെങ്കിൽ നിന്റെ കുടുംബത്തെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് മനോജിനെ ഭീഷണിപ്പെടുത്തുകയാണ്. തുറന്നു കാണിക്കുന്ന കൃപ കൃഷ്ണി, സാഗറിനെ, സുജാതിയെ, കൺമണിയുടെ വീട്ടുകാരിയും എല്ലാം അവിടെ പിടിച്ചുകൊണ്ടിരുത്തുകയാണ്. കൺമണി മാത്രം അങ്ങോട്ട് വന്നില്ല. തുടർന്ന് കൃപ പിന്നെ അച്ഛനോട് അമ്മയോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത എന്താടി നിന്റെ സർപ്രൈസ്, ഈ കുറെ നേരമായാലും സർപ്രൈസ് എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുന്നു. എന്നാൽ ഈ സമയത്ത് കൃപ സർപ്രൈസുമായിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് മാനസിക കൃപയും ചേർന്ന് കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ കൺമണി മണവാട്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് കൺമണി ആ കസേരയിൽ കൊണ്ടിരുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് എല്ലാവരും കൺമണി സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ധനലക്ഷ്മി പിന്നെ ഇവരോട് എങ്ങനെ സൂപ്പർ ആകാതിരിക്കും, കൺമണിയുടെ കഴിച്ചിലും കൈമയും കിടക്കുന്നതൊക്കെ എന്റെ സ്വർണ്ണമല്ലേ എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത കൺമണിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് കണ്ണും തള്ളി കണ്ണു മിച്ചിങ്ങനെ നിൽക്കുകയാണ് ധനലക്ഷ്മി. തുടർന്ന് സുജാത പിന്നെ കൃപയോട് ഇതായിരുന്നു നിന്റെ സർപ്രൈസ് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃപ ഇതൊന്നുമല്ല അമ്മ, എന്റെ സർപ്രൈസ് വരുന്നേയുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി നിനക്ക് സർപ്രൈസോ, എന്താണ് ഈ സർപ്രൈസ് എന്ന് കൺമണി കൃപയോട് ചോദിക്കുകയാണ്. തുടർന്ന് കൃപ അത് പറയാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് കൺമണി കൃപയോട് പ്ലീസ് ഡി ആ സർപ്രൈസ് എന്താന്ന് പറയും കൃപ എന്നൊക്കെ പറഞ്ഞ് കൃപയുടെ പുറകെ ഓടുകയാണ്. തുടർന്ന് കൃപ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. തുടർന്ന് കൺമണിയും കൃപയുടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ അവിടെ നിൽക്കുകയാണ്. തുടർന്ന് കുറെ ഡാൻസേഴ്സ് എല്ലാം പുറത്തേക്ക് വരികയാണ്. എന്നാൽ അവരെയെല്ലാം കണ്ട് കൺമണിയെ കണ്ണു തള്ളി നിൽക്കുകയാണ്. തുടർന്ന് അവിടെ അതിമനോഹരമായ ഒരു വൈറൽ ഡാൻസ് ആണ്. ഈ ഡാൻസ് ആണ് കൃപ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസ്. അങ്ങനെ എല്ലാവരും പാട്ടുപാടി അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ഇങ്ങനെ ക്ഷീണിച്ച് അവസാനം കൺമണി കൃഷിന്റെ അപ്പുറത്ത് വന്നിരിക്കുകയാണ്. തുടർന്ന് കൃഷും കൺമണി മുഖത്തോട് മുഖം നോക്കിയുള്ള റൊമാൻസ് ആണ്. അതിനുശേഷം കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഇതെല്ലാം കഴിഞ്ഞ് ഡാൻസ് എല്ലാം കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് കൺമണിക്ക് കോൾ വരികയാണ്. കൺമണിയുടെ കൂട്ടുകാരിയാണ് വിളിക്കുന്നത്. നാളത്തെ ഫംഗ്ഷന് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺമണിയെ വിളിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൺമണി നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നാളത്തെ എന്റെ കല്യാണത്തിന് നീ തീർച്ചയായിട്ടും വന്നിരിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണും ഗുണ്ടകളും അടുക്കളയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കൺമണി അടുക്കളയിലുള്ളത് വരുൺ കാണുകയാണ്. തുടർന്ന് വരുൺ പിന്നെ ഗുണ്ടകളോട് ഇതാണ് എന്റെ കൺമണി, ഇവരെനിക്ക് തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കണം, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് വരുൺ അവർക്ക് ക്ലോറോഫോം എടുത്തു കൊടുക്കുകയാണ്. അത് കുറച്ച് ഒരു തുണിയിൽ ആക്കുകയാണ്, ക്ലോറോഫോം തുണിയിലാക്കുകയാണ്. തുടർന്ന് വരുൺ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് വരുൺ അവിടുന്ന് പോവുകയാണ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി വരുൺ പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ അടുത്തേക്ക് മാനസ വരികയാണ്. തുടർന്ന് മാനസ കൺമണിയോട് നീ എന്താ കൺമണി ഇവിടെ നിൽക്കുന്നത്, വാ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയോട് അകത്തേക്ക് പോകാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത്
വരുണിന്റെ കോള് മാനസിക്ക് വരികയാണ്. അതുകൊണ്ട് മാനസ കൺമണിക്കൊപ്പം പോകുന്നില്ല. എന്നാൽ ഈ സമയത്ത് വരുൺ വീടിന്റെ പുറത്ത് എത്തിയ ശേഷം ആ മെയിൻ സ്വിച്ചിന്റെ അവിടെ നിന്നാണ് മാനസിയെ വിളിക്കുന്നത്. തുടർന്ന് മാനസ പിന്നെ വരുണോട് എന്താടാ ഞാൻ പറഞ്ഞൊക്കെ നീ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന വരുൺ പിന്നെ മാനസിയുടെ മേഡം അതോർത്തൊന്നും വിഷമിക്കണ്ട, മാനസ അതോർത്തൊന്നും വിഷമിക്കണ്ട, ഏറി വന്നാൽ 10 മിനിറ്റിനകം കൺമണിയെ നമ്മൾ തട്ടിക്കൊണ്ട് പോയിരിക്കും, എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് വരുൺ ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. എന്നാൽ ഈ സമയത്ത് കറണ്ട് പോയത് കണ്ട് ആ ഗുണ്ടകൾ വേഗം തന്നെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കറണ്ട് പോയത് കണ്ട് ഇരുട്ടത്ത് നിൽക്കുകയാണ് മാനസ എങ്ങോട്ട് പോകണമെന്നറിയാതെ. ഈ സമയത്ത് ആ ഗുണ്ടകൾ മാനസിയുടെ അടുത്ത് ചെന്ന് കൺമണിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാനസിയുടെ മുഖത്ത് ക്ലോറോഫോം മണപ്പിച്ച് മാനസിയെ ബോധം കെടുത്തി താഴെ വീഴ്ത്തുകയാണ്. തുടർന്ന് ആ ഗുണ്ടകൾ മാനസിയെ അവിടുന്ന് താങ്ങിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ ശേഷം വരുൺ ആ മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയാണ്. തുടർന്ന് വരുൺ നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് അടുക്കളയിൽ ഒരു പൂട പോലും കാണുന്നില്ല. തുടർന്ന് വരുൺ ചുറ്റും നോക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ മണ്ടന്മാര് ചെയ്തു കാണുമോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ നോക്കി താഴേക്ക് നോക്കുമ്പോൾ ആ ക്ലോറോഫോം ഒഴിച്ച ആ തുണി താഴെ കാണുകയാണ്. തുടർന്ന് വരുൺ അതെടുത്ത് നോക്കുകയാണ്. ഇതെന്താണ് സാധനം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വരുൺ അതെടുത്ത് മണത്തു നോക്കുകയാണ്. തുടർന്ന് വരുണ് ബോധം കെട്ട് താഴെ വീഴുകയാണ്. എന്നാൽ ഈ സമയത്ത് അടുക്കളയിലേക്ക് വന്ന അമ്മായി നോക്കുമ്പോൾ ഒരാളിതേ ബോധമില്ലാതെ തറയിൽ കിടക്കുന്നതാണ് അമ്മായി കാണുന്നത്. തുടർന്ന് അമ്മായി വന്നിട്ട് വരുണിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇതേതാണ് ഈ താടിക്കാരൻ, ഏതാണ് ഈ വൃത്തികെട്ടവൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അമ്മായി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വരുണിന്റെ താടി വെപ്പ് താടിയാണെന്ന് അമ്മായിക്ക് മനസ്സിലാവുകയാണ്. അമ്പട കള്ള, ഇത് കള്ളത്താടിയാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമ്മായി ആ താടി വലിച്ചൂരുകയാണ്. എന്നാൽ ആ താടി വലിച്ചൂരിയ അമ്മായി ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അയ്യോ, ഇത് സൈക്കോ വരുണല്ലേ, ഇവരെന്താണ് ഈ വേഷത്തിൽ ഇവിടെ കിടക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമ്മായി വേഗം ഒച്ചയും ബഹളം വെക്കുകയാണ്. അയ്യോ മനോജ് ഓടിവാ, ദേ സൈക്കോ വരുൺ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് മനോജ് വരികയാണ്. എന്നാൽ ഈ സമയത്ത് ബോധമില്ലാതെ തറയിൽ കിടക്കുന്ന വരുണെ അമ്മായി ചവിട്ടോട് ചവിട്ടാണ്. ചവിട്ട് കൊണ്ട് മിക്കവാറും വരുണിന്റെ കൈയും കാലൊക്കെ ഒടുക്കി കാണും. നല്ല രീതിയിൽ ചവിട്ടുന്നുണ്ട് ബോധമില്ലാത്ത വരുണെ. പക്ഷെ വരുണ് അപ്പോഴും ഒന്നും ബോധം വരുന്നില്ല. തുറന്ന് മനോജ് നോക്കുമ്പോൾ വരുണെ കാണുകയാണ്. തുറന്ന് മനോജ് നല്ല ദേഷ്യത്തിൽ വേഗം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ നമ്മുടെ ആ വിറകുപരിയിൽ കൊണ്ട് കിടത്താമെന്ന് പറയുകയാണ്. തൽക്കാലം ഈ കാര്യം ആരും അറിയണ്ട, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവരെന്ത് ചെയ്യണമെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് അമ്മായും മനോജും ചേർന്ന് വരുണെ താങ്ങി പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് ആ ഗുണ്ടകൾ കാത്തു നിൽക്കുകയാണ്. മാനസിയെ ആ വണ്ടിയിൽ കൊണ്ട് കിടത്തിയ ശേഷം അവരെ വരുണിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. തുടർന്ന് ആ ഗുണ്ടകൾ വരുണെ ഫോൺ വിളിക്കുകയാണ്. പക്ഷെ വരുൺ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം മാനസിയെ ഫോൺ വിളിക്കുകയാണ്. അപ്പോഴും മാനസ ഫോൺ എടുക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരികയാണ്. എന്നാൽ ആ പോലീസ് ജീപ്പ് കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടി പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ആ ജീപ്പിൽ നിന്ന് പോലീസ് ഇറങ്ങി വരികയാണ്. തുടർന്ന് ശ്രീനി അവരോട് എന്ത് പറ്റി, എന്ത് വേണം സാർ എന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ നല്ല ഗൗരവത്തിൽ ഇതല്ലേ മനോജിന്റെ വീടെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി ഒന്ന് പകച്ചു നിൽക്കുകയാണ്. എന്ത് പറ്റി സാർ, മനോജ് എന്റെ മകനാണെന്ന് പറയുകയാണ്. മനോജ് വീടിന്റെ അകത്തുണ്ട്, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ നല്ല ഗൗരവത്തിൽ ശ്രീനിയോട് അതൊക്കെ ഞങ്ങൾ മനോജിനോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. തുടർന്ന് സാഗറും കൃഷും ആ പോലീസുകാരൻ്റെ അടുത്ത് എന്ത് പറ്റി, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് പോലീസുകാരൻ പിന്നെ ഇവരോട് പിന്നെ ആ കാര്യം പറയുകയാണ്. മനോജ് ഒരു ഡ്രഗ് മാഫിയയുടെ ഒരു കണ്ണിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സാഗറും കൃഷും പിന്നെ ആ പോലീസുകാരോട് അയ്യോ സാറിനെ ആരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്, ആരോ പറഞ്ഞ ഒരു കള്ളമാണെന്ന് പറയുകയാണ്. മനോജ് ഒരിക്കലും ഇതിന്റെ ഭാഗമാകില്ല എന്ന് പറയുകയാണ്. ഈ മനോജിന്റെ പെങ്ങളെയാണ് ഞാൻ നാളെ കല്യാണം കഴിക്കാനിരിക്കുന്നത്, ഏതോ അസൂയക്കാര് പറഞ്ഞ് പരത്തിയതാണെന്ന് പറയുകയാണ്. മനോജ് ഒന്നും ആയിരിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആ പോലീസുകാരൻ പിന്നെ സാഗറിനോടും കൃഷിയോടും നിങ്ങൾ ഈ കേസിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അതല്ലെങ്കിൽ നിങ്ങളും കൂടെ നാറുമെന്ന് പറയുകയാണ്. തുടർന്ന് ആ കോൺസ്റ്റബിളിനോട് അകത്ത് പോയിട്ട് മനോജിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. തുടർന്ന് 2 കോൺസ്റ്റബിൾമാർ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. കൺമണിയുടെ അമ്മായിമാരുടെ മുന്നിലൂടെയാണ് പോലീസുകാർ കയറി ചെല്ലുന്നത്. എന്നാൽ പോലീസിന് വീടിന്റെ അകത്ത് രാത്രി കണ്ട് അവരൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ആ പോലീസുകാർ ചെന്ന് മനോജിനെ വിളിക്കുകയാണ്. നീയാണോ മനോജ് എന്ന് ചോദിക്കുമ്പോൾ മനോജ് അതെ ഞാനാണ് മനോജ്. തുടർന്ന് പോലീസ് വീണ്ടും മനോജിനോട് നീ തന്നെയാണോ മനോജ് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് അതെ ഞാൻ തന്നെയാണ് മനോജ്, എന്ത് വേണം, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ആ പോലീസുകാർ മനോജിന്റെ 2 കൈയും പിടിച്ച് മനോജിനെ ബലമായിട്ട് വീടിന്റെ പുറത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. എന്നാൽ ആ കാഴ്ച കണ്ട ആ വീട്ടിലെ സ്ത്രീകളെല്ലാം കിളി പോയി ഞെട്ടി നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. തുടർന്ന് മെയിൻ പോലീസ് പിന്നെ മനോജിനോട് നിന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാനാണ് വന്നത്, നിനക്ക് ഡ്രഗ് മാഫിയുമായി ബന്ധമുണ്ട്, നീ ഡ്രഗ് മാഫിയയിൽ ഒരു കണ്ണിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് മനോജ് സാറി പറഞ്ഞ പച്ചക്കള്ളമാണ്, എനിക്കൊരു ഡ്രഗ് മാഫിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുകയാണ്.
തുടർന്ന് ആ പോലീസുകാരൻ പിന്നെ മനോജിനോട് നീ ഇനി കൂടുതലൊന്നും പറയണ്ട, നിന്റെ ഡ്രഗ് മാഫിയ കണ്ണികളിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരാണ് നീയും ഡ്രഗ് മാഫിയ കണ്ണിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് സാറി പറഞ്ഞൊന്നും സത്യമല്ല എന്ന് പറയുകയാണ്. തുടർന്ന് പോലീസ് പിന്നെ മനോജിനോട് നീ ഡ്രഗ് മാഫിയയുടെ കണ്ണിയാണെന്ന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുകയാണ്, നീ അവരുടെ കയ്യിൽ നിന്ന് പണവുമായിട്ട് മുങ്ങിയത് ഞങ്ങൾക്കറിയാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ മനോജിനോട് നീ ഇന്നലെ കൊണ്ടുവന്ന കാശ് ഏത് കാശാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് അച്ഛന്റെ മുമ്പിൽ കൈ കൂപ്പിക്കൊണ്ട് അച്ഛ ആ കാശ് ഈ ഡ്രഗ് മാഫിയയുടെ കാശ് തന്നെയാണ് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ടയുടനെ ശ്രീനി മറ്റൊന്നും ചിന്തിക്കാതെ മനോജിന്റെ മുഖത്തിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് അത് രണ്ട് പെടപെടയ്ക്കുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് കൈക്കൂപ്പിക്കൊണ്ട് അച്ഛനോടും സാഗർ സാറിനോടും പിന്നെ പറയുന്നത് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന കാശ് ഡ്രഗ് മാഫിയയുടെ കയ്യിലുണ്ടായിരുന്ന കാശ് തന്നെയാണ്, പക്ഷെ ഞാൻ അവരുടെ കണ്ണിയല്ല എന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതും കണ്ട് ഞാൻ അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു, അതിന്റെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പ്രതികാരത്തിന് വേണ്ടി അവരെന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് കുറെ ഉപദ്രവിച്ചു, അതിനുശേഷം ഞാൻ അവിടെയുള്ളവരെയെല്ലാം അടിച്ച് താഴെയിട്ട ശേഷം അവിടെ ഉണ്ടായിരുന്ന പണവുമായിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയുകയാണ്. അതിന്റെ പ്രതികാരമായിട്ടാണ് അവരെന്നെ ഇതിന്റെ ഭാഗമാക്കി എന്നെ ഡ്രഗ് കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുകയാണ്. ഇതാണ് സത്യം എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് മനോജ് കൈക്കുപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടാകെ ഞെട്ടി നിൽക്കുകയാണ് കൺമണി. വിശ്വസിക്കാനാകാതെ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.